ഹായ് ഹലോ കൂട്ടുകാരെ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളെല്ലാം കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം. ഇതിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല പഞ്ഞ് പോലത്തെ ഒരു ഇഡ്ഡലി റെസിപ്പിയാണ്. ഇതിന് നമുക്ക് അരി കുതിർക്കുകയോ അരയ്ക്കുകയോ കൈ നനയ്ക്കുകയോ പോലും വേണ്ട, കറി പോലും വേണ്ട കേട്ടോ. കറീൻ്റെ ആവശ്യം പോലും ഇല്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇഡ്ഡലി റവയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് റവയാണ് ഉള്ളത് അതെടുക്കാം കേട്ടോ. വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. ഇഡ്ഡലി റവ കിട്ടുകയാണെങ്കിൽ ഇഡ്ഡലി റവ തന്നെ എടുക്കാം കേട്ടോ. അങ്ങനെ ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മിൽക്കി മിസ്റ്റിൻ്റെ കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ അത്രയും മതി കേട്ടോ, ഒരുപാട് ഓയിലൊന്നും വേണ്ട. ഇനിയിപ്പോൾ അത് ചൂടായി വന്ന ഓയിലോട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് വളരെ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, കുറച്ച് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതൊന്ന് വാടി വരുന്നവരെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. 1-2 മിനിറ്റ് ഒന്നും മതി. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച തൈരും റവയുണ്ടല്ലോ, അതിലേക്ക് ചൂടോടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇത് നമുക്ക് രാവിലെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ എണീക്കാൻ വൈകിയാലോ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ, പിന്നെ അരി കുതിർക്കാൻ മറന്നാലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഇതിപ്പോൾ ഞാൻ മൊത്തത്തിലായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നോർമൽ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ മൊത്തത്തിലായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് സോക്കായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നത്. ഇത് മൊത്തത്തിലായി സോക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ഇപ്പോൾ ഞാൻ ഇഡ്ഡലി റവ ആയത് കൊണ്ടാണ് വെള്ളത്തിൻ്റെ ആവശ്യം വരാത്തത്. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ചിട്ട് മാറ്റം വന്നേക്കാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇത് മൊത്തത്തിലായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ആദ്യം ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ പുരട്ടി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓരോ തവി മാവായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കാം. എപ്പോഴും പറയുള്ള പോലെ വെള്ളം ആദ്യം തിളക്കാൻ വെക്കുക. തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് മാവ് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 10-15 മിനിറ്റോളം ഒന്ന് വെന്ത് വന്നിട്ട് അതിന് ശേഷം ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മൊഞ്ചായിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല മൊഞ്ചാണ്, കഴിക്കാനും അതുപോലെ തന്നെ കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. ആദ്യമൊക്കെ ചൂടോടെ ചെറിയൊരൊട്ടലൊക്കെ ഉണ്ടാവും കേട്ടോ. അത് തണുത്ത് വന്നതിന് ശേഷം സെറ്റ് ആയിക്കണം. ഇനിയിപ്പോൾ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ
അപ്പോൾ അതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. ആ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുപോലെയുള്ള ഈസി സിമ്പിൾ റെസിപ്പി ഞാൻ എൻ്റെ ചാനൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ പോയി കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും.